നിൽക്കാനോ ഇരിക്കാനോ പ്രയാസമാണോ? കിടന്നുകൊണ്ട് ശരീരം ഷെയ്പ്പാക്കുന്ന ഒരു യോഗ പോസ്റ്റർ അറിയണോ? നമസ്തേ. ഇന്ന് നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത് അനന്താസനമാണ്. അനന്താസനം എന്ന് പറഞ്ഞാൽ അനന്ത പ്ലസ് ആസനം. അനന്തൻ എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്ന മഹാവിഷ്ണു അനന്ത ശയനത്തിൽ കിടക്കുന്ന പടം നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ശേഷനാഗന്റെ പുറത്ത് ഇങ്ങനെ അനന്ത ശയനത്തിൽ മഹാവിഷ്ണു കിടക്കുന്ന ഒരു പോസ്റ്റർ നിങ്ങൾ കണ്ടിട്ടില്ലേ? അപ്പൊ അതിനെ ഇമിറ്റേറ്റ് ചെയ്യുന്ന ഒരു ആസനമാണിത്. അതുകൊണ്ടാണ് ഇതിന് അനന്താസനം എന്ന് പറയുന്നത്. അപ്പൊ ഈ വീഡിയോ മൊത്തമായിട്ട് നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കാണുക. നമുക്കിനി എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. അനന്താസനം ചെയ്യാനായിട്ട് നമുക്ക് ആദ്യം യോഗ മാറ്റി നേരെ നിവർന്ന് കിടക്കാം. അതിനുശേഷം നമ്മുടെ ഇടത് കാല് മടക്കി നീല പോർഷനിലായിട്ട് ഇങ്ങനെ വെച്ചുകൊണ്ട് വലത് കൈ പതുക്കെ ഫ്രണ്ടിലേക്ക് എടുക്കുക. അതിനുശേഷം ഇടത് കൈ ഫ്രണ്ടിലേക്ക് ട്വിസ്റ്റ് ചെയ്ത് ചരിഞ്ഞു കിടക്കാം. നമുക്ക് ഇതുപോലെ ഇത് കാലുകൾ നേരെയാക്കി ചരിഞ്ഞു കിടക്കാം. ഇത് വലത് കൈ തലയുടെ പോർഷനിൽ ഇതുപോലെ ഈ കാണുന്ന പോലെ പ്ലേസ് ചെയ്യാം. അതിനുശേഷം നമ്മുടെ ഇടത് കാല് സാവകാശം ഉയർത്തിക്കൊണ്ടിരിക്കും. എന്നിട്ട് ഈ ടോസുകളിൽ പിടിച്ച് വിരലുകൾ കൊണ്ട് പിടിച്ച് നേരെ നിവർത്തുയർത്തിക്കൊണ്ടിരിക്കുക. നേരെ നോക്കി നോർമലായിട്ട് ശ്വാസോച്ഛ്വാസം ചെയ്ത് നമുക്കൊരു 20 സെക്കൻഡ്സ് ഇതുപോലെ വയ്ക്കാം. പൊസിഷനിൽ നോർമൽ ബ്രീത്ത് ചെയ്യാം. 20 സെക്കൻഡ്സിന് ശേഷം സാവകാശം കാലുകൾ പൂർവ്വസ്ഥിതിയിലേക്ക് കൊണ്ടുവരിക, കൈകളും അതുപോലെ കൊണ്ടുവരിക. ഇതുപോലെ നമുക്കൊരു 5 ടൈംസ് ചെയ്യാം. അതിനുശേഷം നമുക്ക് അപ്പുറത്തെ സൈഡ് ഇതുപോലെ ചെയ്യാം. ഇപ്പൊ നമ്മൾ ചെയ്ത റൈറ്റ് സൈഡിലേക്കാണ് ചെരിഞ്ഞത്. ഇനി നമുക്ക് ലെഫ്റ്റ് സൈഡിലേക്ക് ചെരിഞ്ഞ് കിടക്കാം. ഇതേപോലെ ലെഫ്റ്റ് സൈഡിലേക്ക് ചെയ്യാം. കിടന്ന സ്ഥലത്ത് നിന്ന് തന്നെ തിരിഞ്ഞാൽ മതി. ഞാൻ കാണുന്ന എളുപ്പത്തിന് വേണ്ടിയാണ് ഇങ്ങനെ തിരിഞ്ഞത്. കൈകൾ ഇതുപോലെ സപ്പോർട്ട് ചെയ്യാൻ ടോസുകൾ പിടിച്ചുകൊണ്ട് കാലുകൾ ഉയർത്താം. ഇത് നോർമലായിട്ട് ശ്വാസോച്ഛ്വാസം ചെയ്യാം. 20 സെക്കൻഡ്സ് ഇതുപോലെ ശ്വാസോച്ഛ്വാസം ചെയ്ത ശേഷം പൂർവ്വസ്ഥിതിയിലേക്ക് കൊണ്ടുവരിക. ഇതുപോലെ രണ്ട് സൈഡും ഒരു 5 ടൈംസ് വെച്ച് നമുക്ക് ചെയ്യാം. ഇപ്പൊ ഞാൻ ചെയ്ത് കണ്ടല്ലോ അനന്താസനം. അപ്പൊ ഇത് ചെയ്താൽ എന്താണ് ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ സ്ഥിരമായി പ്രാക്ടീസ് ചെയ്ത് നമ്മുടെ ഹിപ്പിന്റെ സൈഡ്, അതുപോലെ തൈയുടെ പോർഷൻ, ഇവിടെയുള്ള എക്സസ് കൊഴുപ്പുകളൊക്കെ, ബെല്ലി സൈഡിലുള്ള കൊഴുപ്പുകളൊക്കെ പോകാനായിട്ട് നല്ലതാണ്. ബോഡിക്ക് നല്ല ഫ്ലെക്സിബിലിറ്റി കിട്ടാൻ നല്ലതാണ്. അതുപോലെ സൈഡായിട്ടുള്ള മൂവ്മെന്റുകൾ നമുക്ക് കിട്ടുന്നുണ്ട്. അതുപോലെയുള്ള സ്ട്രെച്ചുകൾ നമുക്ക് കിട്ടുമ്പോൾ അതനുസരിച്ച് ബ്ലഡ് സർക്കുലേഷൻ ഒക്കെ ശരീരത്തിൽ കിട്ടാനായിട്ട് വളരെ ഉപകാരപ്പെടും. അതുപോലെ ഇത് ചെയ്യാൻ പാടില്ലാത്തവരുണ്ട്. ചെയ്യാൻ പാടില്ലാത്തവർ കോൺട്രാ ഇൻഡിക്കേഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ നീസിനൊക്കെ എന്തെങ്കിലും സർജറി കഴിഞ്ഞവർ, അബ്ഡോമിനൽ സർജറി കഴിഞ്ഞവർ, അതുപോലെ നമുക്ക് നല്ല ബാക്ക് പെയിൻ ഉള്ളവർ, അപ്പൊ അവരൊക്കെ ഇത് ചെയ്യുമ്പോൾ, അതുപോലെ പ്രഗ്നൻസി വുമൺ, ഇതൊക്കെ ചെയ്യുകയാണെങ്കിൽ ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം മാത്രമേ പ്രഗ്നൻസി വുമൻസ് ഇത് ചെയ്യാൻ പാടുള്ളൂ. അതുപോലെ ഇതൊരു ഏറ്റവും ബെനിഫിഷ്യലായി കിട്ടുന്ന ഒരു പോസ്റ്റർ കൂടുതലും ലേഡീസിനാണ്. അപ്പോൾ ലേഡീസിന്റെ ഒരു സ്പെഷ്യൽ യോഗ പോസ്റ്റർ കൂടിയാണിത്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഇത് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇതുപോലുള്ള ലളിതമായിട്ടുള്ള വീഡിയോ ലഭിക്കുന്നതിന് വേണ്ടി ഈ ചാനലിനൊപ്പം നിൽക്കുക. നമസ്തേ.